ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ലോകത്തിന് ഇന്ത്യയുടെ സമ്മാനമാണ് യോഗ. നിങ്ങൾക്കറിയുമോ, ഇപ്പോൾ നമ്മുടെ ലോകത്ത് 191 രാജ്യങ്ങൾ യോഗ പരിശീലിക്കുന്നുണ്ട്. യോഗ ഇന്ന് ലോകത്തെ ഒന്നിപ്പിക്കുകയാണ്. ലോകത്തിന് ഇന്ത്യയുടെ സമ്മാനമാണ്. 2014 സെപ്റ്റംബർ 27-നാണ് ഐക്യരാഷ്ട്രസഭയുടെ 69-ാം വാർഷിക പൊതുയോഗത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കണം, അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശാരീരിക ക്ഷമത, മാനസികാരോഗ്യം, ഇതെല്ലാം യോഗ ഉറപ്പാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് കൊൽക്കത്തയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കൊൽക്കത്തയിൽ റെഡ് റോഡിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി യോഗാ ദിനം ആചരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് കൊൽക്കത്തയിൽ നിന്ന്. ഇന്ന് ലോകത്ത് 2500 കേന്ദ്രങ്ങളിൽ യോഗാ ദിനം ആചരിക്കുന്നുണ്ട്. സംസ്ഥാനത്തും വലിയ പരിപാടികളൊക്കെ ആലോചനയിലുണ്ട്. ആരോഗ്യമന്ത്രി കെ മുരളീധരനാണ് സംസ്ഥാനത്തെ പരിപാടികളിലെ മുഖ്യാതിഥി. आंखें खुली रखना है और धीरे धीरे श्वास छोड़ते हुए सामान्य स्थिति में आइए. स्वाभाविक अवस्था फिरे आसुन. अब हम इसका विपरीत दिशा में एंटी क्लॉकवाइज डायरेक्शन करेंगे. धीरे धीरे श्वास छोड़ते हुए गर्दन को एंटी क्लॉकवाइज ऊपर लेके जाइए और धीरे धीरे श्वास छोड़ते हुए सिर और गर्दन को नीचे. एक और बार विपरीत दिक থেকেও এই অনুশীলনটি অভ্যাস করুন और धीरे धीरे श्वास छोड़ते हुए नीचे आइए और गर्दन को सामान्य स्थिति में लेके आइए. आप दोनों हाथों को नीचे की ओर लेके जाइए और സാമാന്യ സ്ഥിതി വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം തുടരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു കൊൽക്കത്തയിൽ നിന്ന്. ഇന്ന് രാജ്യവ്യാപകമായി വിപുലമായ ഈ യോഗാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ലോകത്തിന് രാജ്യത്തിന്റെ സംഭാവനയാണ് യോഗ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അങ്ങനെ ഒരു ആശയത്തിന് ചുക്കാൻ പിടിച്ചതും. എങ്ങനെയാണ് ഇത്തവണത്തെ യോഗാ ദിന ആചരണങ്ങൾ? 2015 മുതൽ ഇന്ത്യ ലോകത്തിന്റെ മുൻപിലേക്ക് യോഗയുടെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാനുള്ള ആഹ്വാനം നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഈ വർഷവും യോഗാ ദിനം വളരെ സമുചിതമായി തന്നെ ആചരിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് യോഗാ ദിനം ആചരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും നടക്കുന്ന ഈ യോഗാ ദിനാചരണത്തിൽ കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ റെഡ് റോഡ് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇവിടെ നടക്കുന്ന യോഗ പരിപാടിയിൽ അല്ലെങ്കിൽ യോഗ ദിനാചരണത്തിന്റെ ഭാഗമാകുന്നത്. 2500ഓളം കേന്ദ്രങ്ങൾ ഇന്ന് യോഗ ദിനാചരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി പല വിദേശ രാജ്യങ്ങളിൽ, കുവൈത്ത് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ യോഗ ദിനാചരണത്തിന്റെ ഭാഗമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും യോഗ ഒരു ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന സന്ദേശമാണ് ഈ വർഷം അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരു ആപ്തവാക്യമായി തന്നെ പറയുന്നത്. നിലവിലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ഈ യോഗാ ദിനാചരണത്തിൽ പ്രായ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാലയങ്ങൾ അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ എന്നിവയും യോഗാ ദിനാചരണം സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നടക്കുന്ന പരിപാടികൾക്ക് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. പലയിടത്തും സൗജന്യമായി ഈ കഴിഞ്ഞ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള യോഗാ ദിനാചരണത്തിന്റെ ഒരു ആഹ്വാനത്തിന്റെ ഭാഗമായി തന്നെ സൗജന്യ യോഗ പരിശീലനം ഉൾപ്പെടെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ആ നടപടികളിലെല്ലാം തന്നെ അല്ലെങ്കിൽ ആ നീക്കങ്ങളുടെ ഭാഗമായി, ആ മുന്നേറ്റങ്ങളുടെ ഭാഗമായി എല്ലാം തന്നെ അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന് ജൂൺ 21-ന് രാജ്യത്തെമ്പാടും അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തും സമുചിതമായി തന്നെ ആചരിക്കുന്നുണ്ട്. ആര്യ.